പ്പെട്ട കാര്യം ഒരു തടവ് പുള്ളി രക്ഷപ്പെട്ടിരിക്കുന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ പോലീസിനെ വെട്ടിച്ച് ശ്രീലങ്കൻ സ്വദേശിയായ തടവുകാരൻ കിഷാൻ പെരേര, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഊഷാൻ താടിയൊക്കെ വെച്ചിരിക്കുന്ന കിഷാൻ പെരേര രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. തടവ് പുള്ളിയാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കിഷാൻ പെരേര തൃശ്ശൂരിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. തൃശ്ശൂർ ഭാഗത്തോ പരിസര പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ അയൽ ജില്ലകളിലോ എറണാകുളത്തോ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്കോ ഈ കക്ഷി രക്ഷപ്പെട്ടു പോയിട്ടുണ്ടോ? മുഖം ഓർത്തു വയ്ക്കുക. ഈ കക്ഷിയെ കണ്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക. അനീഷ് ആന്റണി ഈ രക്ഷപ്പെടലിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. എങ്ങനെയായിരുന്നു രക്ഷപ്പെടൽ? എപ്പോഴായിരുന്നു? എന്തായിരുന്നു? എവിടെ വെച്ചായിരുന്നു? മനേഷ്, ഇന്ന് ഉച്ചയോടെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴായിരുന്നു ഇങ്ങനെ ഈ പ്രതി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇയാള് ശ്രീലങ്കൻ സ്വദേശിയാണ്. 52 വയസ്സുള്ള കിഷാന്ത് റൂമൺ പരേര എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ലഹരി കേസിലാണ് വിയ്യൂര് സെൻട്രൽ ജയിലിലെത്തുന്നത്. എറണാകുളത്ത് വെച്ച് പിടിയിലായ ഒരു ലഹരി കേസിലെ പ്രതിയാണ്. അവിടെ നിന്നും ജയിൽ മാറ്റത്തിന്റെ ഭാഗമായാണ് ഇയാൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നത്. തുടർന്ന് അവിടെ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന കുറ്റത്തിനാണ് ഇപ്പോൾ അയ്യന്തോളിലുള്ള കോടതിയിലേക്ക് ഹാജരാക്കാനായി പോലീസിന്റെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്ന സമയത്ത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെടുന്ന വിലങ്ങിനെ കുറിച്ചുള്ള ഒരു വിവരമൊന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും വെളുത്ത നിറത്തിലുള്ള ടീഷർട്ടാണ് ഇയാൾ ധരിച്ചിരുന്നത്. ഈ ടീഷർട്ടിൽ ഇന്ത്യൻ പാർലമെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയ ടീഷർട്ട് ധരിച്ചാണ് ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. സാമാന്യം ആരോഗ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കണ്ണു വെട്ടിച്ച് അതിവേഗത്തിൽ കോടതി പരിസരത്ത് നിന്നും ഓടി രക്ഷപ്പെടാനായത്. എന്തായാലും ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ തൃശൂർ വെസ്റ്റ് പോലീസ് ഉൾപ്പെടെയുള്ള വൻ പോലീസ് സംഘം ഇയാൾക്കായി ഇപ്പോൾ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ കൊടും ക്രിമിനലാണ് എന്നാണ് പറയുന്നത്. മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തുകയായിരുന്നു. എറണാകുളത്ത് വെച്ചായിരുന്നു ഇയാൾ മയക്കുമരുന്ന് കേസിൽ പിടിയിലാകുന്നത്. അവിടെ ജയിലിലായിരുന്നു. അവിടെ നിന്നും അതായത് കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന MDMA അടക്കമുള്ളവ ഉപയോഗിക്കുന്ന, കഞ്ചാവ് അടക്കമുള്ളവ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് മയക്കുമരുന്ന് ആരാധകരായിട്ടുള്ളവരെ സംബന്ധിച്ച് ആഹ്ലാദകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീലങ്കൻ സ്വദേശി കിഷാൻ പരേര രക്ഷപ്പെട്ടിരിക്കുന്നു. രക്ഷപ്പെട്ട ഇദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ കൊണ്ടുവരികയും മയക്കുമരുന്നിൻ്റെ ലഭ്യത പഴയതുപോലെ ആയിത്തീരുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് വളരെ സന്തോഷത്തിലായിരിക്കും ഒരു പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ. പക്ഷേ ഉപയോഗിക്കാത്ത പൊതുസമൂഹത്തെ സംബന്ധിച്ചിട്ട് ആശങ്കയോടുകൂടിയാണ് ഇതിനെ കാണേണ്ടത്. ഇയാൾ രക്ഷപ്പെട്ട് പോയിരിക്കുന്നു. ഈ വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം, ഒപ്പം തന്നെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്ന ടീഷർട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ എഴുതിയിട്ടുള്ള ടീഷർട്ട് അതൊരു കൗതുകമുള്ള ഒന്നാണ്. അനീഷേ, തീർച്ചയായും കൗതുകമുള്ള ടീഷർട്ട് തന്നെയാണ് അയാൾ ധരിച്ചിരുന്നത്. ഇന്ത്യൻ പാർലമെന്റ് എന്ന് എഴുതിയ വെളുത്ത നിറത്തിലുള്ള ടീഷർട്ടാണ് ഇയാൾ ധരിച്ചിരുന്നത്. ആ ടീഷർട്ട് ധരിച്ച സമയത്താണ് ഇയാൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഈ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും എവിടെയെങ്കിലും കാണാനോ കണ്ടുപിടിക്കാനോ എളുപ്പമാണ്. വെള്ള നിറത്തിലുള്ള ടീഷർട്ട്, അതിൽ ഇന്ത്യൻ പാർലമെന്റ് എന്ന് എഴുതിയ എഴുത്തുള്ള ഒരു ടീഷർട്ട്. അത് തന്നെയാണ് പോലീസിന് ഒരു ആശാവഹമായിട്ടുള്ള ഒരു കാര്യവും. എന്തായാലും തൃശൂർ നഗരം വിട്ടുപോകാൻ ഇടയിൽ ഏകദേശം അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ അയ്യന്തോൾ കോടതി പരിസരത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തൃശൂർ നഗരം വിട്ടുപോകാൻ ഇടയില്ല എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് തൃശൂർ സിറ്റി പോലീസ് ഉള്ളത്. എന്തായാലും പോലീസ് വ്യാപകമായാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ളവിടങ്ങളിൽ പരിശോധന നടത്തുന്നത്. എന്തെങ്കിലും തരത്തിൽ ഇയാൾ തീവണ്ടി മാർഗം, ട്രെയിൻ മാർഗം തൃശ്ശൂരിൽ നിന്നും കടക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. മാത്രമല്ല അതിർത്തികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക്, ചെക്ക് പോസ്റ്റുകളിലേക്ക് പോലീസ് വിവരം കൈമാറിയിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ ഇയാൾ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. എന്തായാലും ഇയാൾ രക്ഷപ്പെട്ട് വീണ്ടും ഇയാളുടെ മയക്കുമരുന്ന് പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള ധാരണയൊന്നും പോലീസിന് ഇയാളെ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ്. കാരണം അതേപോലെ ഈ കേരളത്തിലെ ആയിരക്കണക്കിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ആഹ്ലാദകരമാണ് ഈ വാർത്ത എന്ന് ഞാൻ അല്പം കടത്തി പറഞ്ഞതാണെങ്കിലും അത് ശരിയാണോ തെറ്റാണോ? എന്താണ് തോന്നുന്നത് അനീഷിന്?
അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇയാൾ രക്ഷപ്പെട്ടു പോയി വീണ്ടും മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയൊന്നും കാണാനില്ല. കാരണം വൈകാതെ തന്നെ ഇയാൾ പിടിയിലാകും. ജില്ല വിട്ടു പോകാനുള്ള ഒരു സാഹചര്യമൊന്നും നിലവിലില്ല. എന്തായാലും ഇയാൾ ഈ ജയിലിൽ വന്ന് ഇത്തരം വലിയൊരു മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട് വിയ്യൂർ ജയിലിലെത്തി വീണ്ടും ജയിലിനകത്ത് വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടു. അത് തന്നെയാണ് ജയിലധികൃതരും പറയുന്നത്. ഇയാൾ ഒരു ഈ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഫോട്ടോയിൽ പോലെ തന്നെയാണോ ഇപ്പോഴും ആളുടെ രൂപം? ഈ പറഞ്ഞ താടിയും മറ്റും ഇതുപോലെയാണോ, അതോ ജയിലിലായിരിക്കുമ്പോൾ മറ്റേതെങ്കിലും മുഖമായിരുന്നോ? ഇത് പഴയ ഫോട്ടോ ആയിരിക്കാൻ സാധ്യതയുണ്ടല്ലേ? ജയിലിന്റെ ഫയലിലുള്ള ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിൽ ഫയലിൽ സൂക്ഷിക്കുന്ന ഫോട്ടോയാണ്. നിലവിലെ അവസ്ഥയും ഇത് തന്നെയാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇനി ഇയാൾ പുറത്ത് രക്ഷപ്പെട്ടതിന് ശേഷം താടി അല്ലെങ്കിൽ മുഖത്ത് മാറ്റം വരുത്തി അങ്ങനെ രക്ഷപ്പെടാനുള്ള സമയം ഒന്നും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനു മുന്നേ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും അതീവ ഗൗരവമായ ഒരു സംഭവമാണ്. കാരണം കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന ഒരു പ്രതി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കോടതി പരിസരത്തു നിന്നും ഇത്തരത്തിൽ രക്ഷപ്പെട്ടു പോയി എന്ന് തന്നെ ഒരു ഗൗരവപരമായ കാര്യമാണ്. അത് പോലീസ് അതീവ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാൽ കൂടി ഈ രക്ഷപ്പെട്ട പ്രതിയെ എത്രയും വേഗം പിടിക്കുക എന്ന് തന്നെയാണ് പോലീസിന്റെ ഇനി അടുത്ത ലക്ഷ്യം. മുന്നിലുള്ള മാർഗം അത് പോലീസ് കൃത്യമായി അത്തരത്തിൽ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് ഇപ്പോൾ ഊർജിതമായി നടത്തുന്നുണ്ട്. ബനേഷ്, ശരി. ഇന്ത്യൻ പാർലമെന്റ് എന്നെഴുതിയ ടീഷർട്ടുമായിട്ട് ആരെയെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തോ എറണാകുളം ഭാഗത്തോ മറ്റ് ജില്ലകളിലോ കാണുകയാണെങ്കിൽ ഒന്ന് കണ്ണുവെക്കുക. കിഷാന്ത് പെരേര എന്ന ശ്രീലങ്കൻ സ്വദേശി വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്നതിനിടെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു. കണ്ടെത്താൻ പ്രേക്ഷകർ കൂടി